ഇതിപ്പോൾ ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ ഇതിപ്പോൾ കേരളത്തിലെ ഇപ്പം സലഫികളുടെ മാത്രം അല്ല, ലോകത്തുള്ള മക്കത്തും മദീനത്തുള്ള ലോകത്തുള്ള സലഫി പണ്ഡിതന്മാരുടെ പിന്നെ ഇന്ന് ജീവിച്ചിരിക്കുന്നതും പിന്നെ തുടങ്ങിയ ഒട്ടനവധി ആലു ഷെയ്ഖ്, അതുപോലെ തന്നെ ഇബ്നു ബാസ്, ഷെയ്ഖ് ഇബ്നു ബാസ്, ഒട്ടനവധി മക്കത്തും മദീനത്തുള്ള വലിയ വലിയ പണ്ഡിതന്മാരുടെ അഭിപ്രായമാണ്. കാരണം അവിടെ നിന്നുള്ള പുസ്തകങ്ങൾ ഇവിടെ വരുന്നുണ്ട് മലയാളത്തിൽ. പക്ഷേ ഇത് ഷിർക്കാണെന്നൊക്കെ അവരുടെ വാദം. അപ്പം നമ്മൾ ആ പറയുന്ന ആൾക്കാരൊക്കെ ഞങ്ങളൊരൊറ്റ വാക്കിൽ ഉൾക്കൊള്ളും. മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് എന്ന് പറയുന്ന ആളുടെ തൗഹീദും വിശദീകരണവും കേട്ടവർ വഹാബികൾ എന്ന് പറയും. അവരിൽപ്പെട്ടവരെ ഈ പറഞ്ഞ എല്ലാ തങ്ങൾ പാപ്പാരും. നമ്മൾ ഒരുപാട് ആളുകളെ എണ്ണിയിട്ടൊന്നും കാര്യമില്ല. ആരെണ്ണിയാലും മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് തൗഹീദിനെ വികലമാക്കിയിട്ട് അടിസ്ഥാനപരമായി തൻ്റെ തൗഹീദിനെ വികലമാക്കിയ ഭാഗം ഞാൻ പറഞ്ഞു. അതിൽ വിശ്വസിച്ച് എഴുതിയവരവരൊക്കെ, അതിൻ്റെ ഒക്കെ പുസ്തകങ്ങൾ എൻ്റെ കയ്യിലുണ്ട്. നിങ്ങൾ പറയുന്ന ഇബ്നു ബാസിൻ്റെ പുസ്തകം, നിങ്ങൾ പറയുന്ന ആൾക്കാരൊക്കെ പുസ്തകം, ഇന്ന് ജീവിച്ചിരിക്കുന്നവരൊക്കെ വഹാബികൾ എന്നാണല്ലോ ലോകം തന്നെ അവരെ വിളിക്കുന്നത്. സെലഫികൾ എന്ന് വിളിച്ചാലും ലോകം അവരെ വിളിക്കുന്ന പേരെന്താ? വഹാബികൾ. വഹാബികൾ എന്ന് വിളിക്കുന്നത് എന്തുകൊണ്ടാണ്? മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിൻ്റെ അനുയായികൾ. അപ്പോൾ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് പഠിപ്പിച്ചത് എവിടം വരെ പോകും? ഇബ്നു തീമിയ എന്ന് പറയുന്ന ഡമാസ്കസിലെ പണ്ഡിതൻ ഹിജറ 8-ാം നൂറ്റാണ്ടിൻ്റെ ആരംഭത്തിൽ 700-ൽ പറഞ്ഞിടം വരെ പോകും. ഹിജറ 700-ന്റെ മുൻപ് ഇബ്നു തീമിയക്ക് അപ്പുറത്ത് ഒരൊറ്റ കുട്ടിനെ നിങ്ങളിപ്പോൾ ഈ പറയുന്ന ശിർക്ക് പറഞ്ഞിരുന്നവർ കാണിച്ചിട്ടുണ്ടെങ്കിൽ അപ്പം നോക്കാം നമുക്ക് ബാക്കി കാര്യം. ഇബ്നു തൈമിയന്റെ ശിഷ്യനാണല്ലോ ഇബ്നു കസീർ. ഇബ്നു കസീർ അപ്പോൾ ഇബ്നു കസീർ എന്ന് ഇപ്പം നമ്മളെ കേരളത്തിലെ സുന്നികളെല്ലാം അതാണുള്ള രസം. ഇബ്നു കസീറിനെ കേരളത്തിലെ സുന്നികളൊക്കെ അംഗീകരിക്കുന്നത് എന്തുകൊണ്ടാണ്? ഇബ്നു തൈമിയയുടെ വിഡ്ഢിത്തം അദ്ദേഹം പറയാത്തതുകൊണ്ട്. അദ്ദേഹമാണ് അള്ളാന്റെ റസൂലിൻ്റെ ഖബറിൽ വന്ന് ആവരാതി പറഞ്ഞിട്ട് നിങ്ങൾ ഈ പറഞ്ഞ അതേ രീതിയിൽ പ്രാർത്ഥിച്ച് വിഷമിച്ച് ബുദ്ധിമുട്ടിയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ കഥ വിശുദ്ധ ഖുർആനിലെ സൂറത്തു നിസായിലെ ആയത്ത് വെച്ചിട്ട് ആ ആയത്തിൻ്റെ വിശദീകരണമായിട്ട് കൊടുത്ത ആള്. ആ ആയത്തിൽ അദ്ദേഹം പറയുന്നത് ഇന്നുമുള്ള ദോഷികളോടും പാപികളോടും അവർ പാപം ചെയ്താൽ നബിയുടെ മുൻപാകെ വന്ന് ഏറ്റുപറയാനും നബിയോട് ആവലാതിപ്പെടാനും ഈ ആയത്ത് ആഹ്വാനം ചെയ്യുന്നു എന്ന് എഴുതിയ ആളാണ് ഇബ്നു കസീർ റളിയല്ലാഹു അൻഹു റഹ്മഹുല്ലാ. ഇബ്നു തീമിയയുടെ ശിഷ്യനായിട്ടും ഇബ്നു തീമിയയുടെ 100 കണക്കിന് ശിഷ്യന്മാരിൽ ഇബ്നുൽ ഖയ്യിം എന്ന ഒരു ശിഷ്യന്റെ പേരല്ലാതെ വേറെ ഒരൊറ്റ ശിഷ്യന്റെ പേരും സാധാരണ പറയാൻ കഴിയൂല. ഇതുമായി ബന്ധപ്പെട്ട് ചോദിക്കാണ്ട് എന്താണെന്ന് വെച്ചാൽ ഇപ്പം ആ കാര്യം അല്ല, നിങ്ങൾ ആളെ മനസ്സിലാക്കിയതുകൊണ്ടാണ് ഞാൻ സംസാരിക്കുന്നത്. നിങ്ങൾ ആളുകളെ പറഞ്ഞതുകൊണ്ട് ഈ ആളുകളെ പരിചയപ്പെടുത്തി തരികയാണ്. അപ്പം ഇത് ഈ ഹദീസാണോ അല്ല ഇതൊന്നും ഉദ്ധരിക്കണം. അതായത് ഇപ്പം ഇബ്നു കസീറിന്റെ തഫ്സീറിൽ പറഞ്ഞു എന്ന് പറഞ്ഞല്ലോ. ഇബ്നു കസീറിനെ നിങ്ങൾ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞാണ്. ഇബ്നു കസീറിന്റെ പറഞ്ഞ് ഞാൻ വിശദീകരിക്കും ആവശ്യമുണ്ടെങ്കിൽ. ആരാണ് വന്നത് ആരാണ് ഖബറിൽ വന്ന് ചോദിച്ച കാര്യങ്ങൾ സംബന്ധിച്ച് അതൊരു സഹാബിയാണോ അല്ലെങ്കിൽ അത് അതിനെ സംബന്ധിച്ചുള്ള വിശദീകരണം ആവശ്യമാണ്. അതിന്റെ വിശദീകരണം പറയാൻ അത് തെളിവാക്കി പറയേണ്ട കാര്യം നമുക്കില്ല. അങ്ങനെയാണെങ്കിലല്ല പറയാ. ഇബ്നു കസീർ അത് ഈ ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ കൊടുക്കുന്നു. ലോകത്ത് ഇബ്നു കസീർ വായിച്ചവരൊക്കെ വായിക്കുന്നു. എല്ലാ ഇബ്നു കസീറിനെ വായിച്ച പണ്ഡിതന്മാരും ഇത് തൗഹീദിന് വിരുദ്ധമല്ല, ശിർക്കാണ് എന്ന് ആരും പറയുന്നില്ല. ഇത് തന്നെയാണ് അതിൻ്റെ തെളിവ്. ശിർക്കാണെങ്കിൽ ഈ കിതാബിൽ ഇത് കാണുമ്പോൾ ആ ശിർക്കാണ് എന്ന് എല്ലാവരും പറയില്ലേ? ഒരു ഇമാമും പറഞ്ഞിട്ടില്ല. ഈ ആയത്തിനോ 100 കണക്കിന് വഹാബികൾ ഓതുന്ന ആയത്തിനോ എതിരാണെങ്കിൽ ഇബ്നു കസീർ എങ്ങനെ അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥത്തിലാവും? വിഷയങ്ങൾ മാറ്റരുത്, വിഷയം മാറ്റി പോരരുത്. നമ്മൾ പറഞ്ഞ പോയിന്റിൽ തന്നെ നിൽക്കണം. നമ്മളിപ്പോൾ സംസാരിച്ചത് നിങ്ങൾ ഇബ്നു തീമിയനെ വരെ പറഞ്ഞപ്പോൾ ഇബ്നു തീമിയ വരെയൊക്കെ ഇതിൻ്റെ പരിധിയുള്ളൂ, അതിൻ്റെ അപ്പുറത്തില്ല എന്ന് ഞാൻ പറഞ്ഞു. അപ്പം നിങ്ങൾ ഇബ്നു തീമിയയുടെ ശിഷ്യനാണല്ലോ ഇബ്നു കസീറിന് ഉദ്ധരിച്ചു. ആ ഇബ്നു കസീറിനെ ഞാൻ പരിചയപ്പെടുത്തി. ഇബ്നു കസീർ ശിഷ്യനാണെങ്കിലും അദ്ദേഹം സുന്നിയ, നല്ല തൗഹീദും നല്ല ശിർക്കും പഠിച്ച ആൾ. ഇബ്നു തീമിയയുടെ തൗഹീദും ശിർക്കും അയാൾ ഉൾക്കൊണ്ടിട്ടില്ല. അദ്ദേഹം മാത്രമല്ല, ഇബ്നു തീമിയക്ക് എത്ര ശിഷ്യന്മാരുണ്ട് അദ്ദേഹത്തിൻ്റെ കാലത്ത്? അദ്ദേഹത്തിൻ്റെ കാലത്ത് എത്ര ശിഷ്യന്മാരുണ്ടാവും ഒന്ന് നിരൂപിച്ചോ കാണികൾ. ഇബ്നു തീമിയെ പോലുള്ളൊരു പണ്ഡിതന് എത്ര ശിഷ്യന്മാരുണ്ടാവും? എത്ര ആളുകൾ അവരുടെ കാലത്ത് ഗ്രന്ഥകാരന്മാരുണ്ട്? ആ ഗ്രന്ഥകാരന്മാരുടെ കൂട്ടത്തിൽ ദഹബി ആ കൂട്ടത്തിൽ ഒന്നാണ്. ഇങ്ങനെയുള്ള നിരവധി വലിയ പണ്ഡിതന്മാരുടെ കൂട്ടത്തിൽ ഇബ്നുൽ ഖയ്യിം എന്ന ഒരൊറ്റ ശിഷ്യൻ മാത്രമേ ഇബ്നു തീമിയയുടെ ശിർക്ക് തൗഹീദിന്റെ വാദം അംഗീകരിച്ചിട്ടുള്ളൂ. ബാക്കി ആരും അംഗീകരിച്ചിട്ടില്ല. നിങ്ങൾ ഇവിടെ തന്നെ വരണം. ഏതിവിടെ തന്നെ അള്ളാന്റെ കേൾവിമ തന്നെ വരണം. അതാണ് സംശയം തീരേണ്ടത്. ആ പോയിന്റ് അത് മാത്രം അത് സംസാരിക്കും. സൃഷ്ടികൾക്ക് കൊടുത്ത കഴിവുകൾ പൂച്ചക്ക് രാത്രി കാണാനുള്ള കഴിവുണ്ട്. പൂച്ചക്ക് ഇപ്പം രാത്രി കാണാൻ കഴിവുണ്ട്. ഓരോ മൃഗങ്ങൾക്കും അള്ളാഹു വ്യത്യസ്ത, മലക്കുകൾക്കും ജിന്നുകൾക്കും മനുഷ്യർക്കൊക്കെ വ്യത്യസ്ത കഴിവുകളാണ് കൊടുത്തിട്ടുള്ളല്ലോ.
അപ്പൊ എന്നാലും ആ കഴിവിനൊരു പരിധിയുണ്ട്, കേൾക്കാനൊരു പരിധിയുണ്ടല്ലോ. ആരാ പറഞ്ഞു പരിധി ഉണ്ടെന്ന്? ആരാ പറഞ്ഞു? അതൊക്കെ നിങ്ങൾ തെറ്റായി മനസ്സിലാക്കി വെച്ചതാണ്. അല്ല, ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ തെറ്റായി മനസ്സിലാക്കിയിട്ട് അതൊക്കെ നമ്മളെ കൊണ്ട് സമ്മതിപ്പിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു പോകരുത്. അതല്ല ചോദിക്കും. അതായത് അള്ളാഹുവിൻ്റെ റസൂല് രാവിലെ നമുക്ക് എഴുന്നേൽക്കുന്നത് മുതൽ രാത്രി ഉറങ്ങുന്നവരെ ഒട്ടനവധി പ്രാർത്ഥനകൾ പഠിപ്പിച്ചിട്ടുണ്ട്. ഇതെല്ലാം അള്ളാഹുമ്മ അല്ലെങ്കിൽ റബ്ബന എന്ന് പറയുന്ന പ്രാർത്ഥനകളാണ്. ഏതെങ്കിലും ഒരു പ്രാർത്ഥന അള്ളാഹു അല്ലാത്തവരോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നടത്തി എന്ന് അത് ആധികാരികമായി ഈ കേൾവി കഴിഞ്ഞോ? ഈ കേൾവി കഴിഞ്ഞു. ഈ കേൾവിന്റെ പോയിന്റ് കഴിഞ്ഞിട്ട് ഞാൻ ആ വിഷയത്തേക്ക് കിടക്കാം. കേൾവിന്റെ വിഷയം പറയും. നിങ്ങൾ പറയേണ്ട പോയിന്റ്, നിങ്ങൾക്ക് ആകെ കിട്ടേണ്ടത് അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കുന്ന വകുപ്പാണെങ്കിൽ ഇൻഷാ അള്ളാഹ് അതിന് സമയം വരുമ്പോൾ നമുക്ക് പറയാം. വിഷയം ഒരു ധാരാളം ഉണ്ടല്ലോ. എല്ലാ ക്ലാസ്സിനും നിങ്ങൾ പങ്കെടുക്കണം. നിങ്ങൾ പേരെന്താ? അബ്ദുൽ നാസർ. അബ്ദുൽ നാസർ സാഹിബ് എല്ലാ ക്ലാസ്സിലും പങ്കെടുക്കണോ? ഇവിടെ നടക്കുന്ന ഈ തൗഹീദ് ശിർക്കിന്റെ വിഷയം പറഞ്ഞു തീരുവോളം പങ്കെടുക്കണോ? ആ വിഷയത്തിൽ നമുക്ക് എത്തുമ്പോൾ ഇൻഷാ അള്ളാഹ് ശരിക്കും ആയത്തുകളും ഹദീസുകളും പ്രമാണങ്ങളും തന്നെ തരാം. ഇപ്പം നിങ്ങളൊരു തെറ്റിദ്ധാരണ, അള്ളാഹുവിൻ്റെ കേൾവിയും സൃഷ്ടികളുടെ കേൾവിയും തമ്മിൽ താരതമ്യപ്പെടുത്തിയിട്ട് സൃഷ്ടികൾക്ക് ഔലിയാക്കൾക്ക് അള്ളാഹുവിൻ്റെ കേൾവി ആരോപിക്കലും വരുന്നുണ്ട് എന്നാണല്ലോ. അവിടെ തന്നെ ഒന്ന് നല്ലോ മനസ്സിലാക്കി. ആ പോയിന്റ് നമുക്ക് തിരിഞ്ഞ് മനസ്സിലാക്കി പോകണം. അങ്ങനെ അതൊന്ന് പറയും. അവിടെ ഒതുങ്ങി നിന്ന് സംസാരിക്കും. അല്ല, നമ്മളിപ്പോൾ എൻ്റെ ചോദ്യം ഇതുമായി ബന്ധപ്പെട്ട ചോദ്യം ഞാൻ ചോദിക്കുന്നത്, അതായത് നമ്മൾ അള്ളാഹുവിനോട് ചോദിക്കുന്ന എല്ലാ ചോദ്യങ്ങളും സൃഷ്ടികളോട് ചോദിക്കാൻ പറ്റുമോ? അതൊക്കെ ഒരു പടി തവണ ചർച്ച ചെയ്യുന്നതാണ്. അത് നമുക്ക് ചർച്ച ചെയ്യാം. ഈ വിഷയം ഒന്ന് പറയും. ഈ വിഷയത്തിൽ നമ്മൾ സംസാരിച്ചതുണ്ടല്ലോ. എന്താ ഇപ്പൊ സംസാരിച്ചത്? എല്ലാം കാണുന്നവനും എല്ലാം കേൾക്കുന്നവനും അള്ളാഹ്. അതങ്ങനെ തന്നെയാണ്. എല്ലാം കാണുന്നവനും എല്ലാം കേൾക്കുന്നവനും അള്ളാഹുവാണ്. അപ്പൊ സാധാരണക്കാരായ ആളുകളെ സംബന്ധിച്ചിടത്തോളം മുഹിയത്തി ഷെയ്ഖ് എന്റെ രോഗം ശിഫാക്കണേ, ബദരീങ്ങളെ എന്നെ കാക്കണേ എന്ന് പറയുന്ന ആ സമയത്ത് അയാളുടെ മനസ്സിലുണ്ടാകുന്ന ഭാവം എന്താണെന്നുള്ളതാണ്. എന്താണ് ഭാവം? അതായത് മുഹിയത്തി ഷെയ്ഖ് അല്ലെങ്കിൽ ബദരീങ്ങൾ കേട്ടിട്ട് അള്ളാഹിനോട് പറഞ്ഞ എന്റെ കാര്യം കേൾക്കും എന്ന് വിശ്വസിച്ചാൽ എന്താണ് കുഴപ്പം? എല്ലാം കേൾക്കാനും കാണാം. എല്ലാം കേൾക്കണ്ട. ഞാൻ പറയുന്നത് കേൾക്കുന്നു വിശ്വസിച്ചാൽ എന്താ കുഴപ്പം? എന്താണ് അവിടെ കുഴപ്പം? ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? നിങ്ങൾ പറയുന്നത് ഞാൻ കേൾക്കുന്നുണ്ടോ? ഉണ്ടോ? ഇവിടുന്ന് കേൾക്കുന്നത് അപ്പൊ ഇവിടുന്ന് കേൾക്കുക, അവിടുന്ന് കേൾക്കാതിരിക്കുക, ഇതാണോ അള്ളിയും പടപ്പുകളും തമ്മിലുള്ള വ്യത്യാസം? അള്ളാന്റെ കേൾവിയും നമ്മളെ കേൾവിയും തമ്മിൽ ഇവിടുന്ന് ആവുക അവിടുന്ന് ആവുക, അടുത്ത് നിന്നാവുക ദൂരത്ത് നിന്നാവുക എന്നതാണോ വ്യത്യാസം? അതൊന്ന് മനസ്സിലാകണല്ലോ നമുക്ക്. ആ പോയിന്റ് പോയാതെ, ആ പോയിന്റ് മനസ്സിലാകാതെ നമ്മൾ വേറെ പറഞ്ഞിട്ട് പറയില്ല. എല്ലാം കേൾക്കുക എല്ലാം കാണുക എന്ന് ചൊല്ലിപ്പടിച്ചത് ഇങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരുന്നാൽ നമ്മളെ സമയം വെറുതെ പോവുകയാണ് ചെയ്യുന്നത്. സംശയം ഒന്ന് നോക്കി. അള്ളാഹുവിൻ്റെ സിഫത്ത് കേൾവി എന്ന സിഫത്തിൽ പങ്കു ചേർക്കൽ വരുന്നുണ്ട് എന്നാണ് നിങ്ങൾ പറയുന്നത്. ആ പങ്കു ചേർക്കണമെങ്കിൽ അള്ളാഹുവിൻ്റെ കേൾവി എന്ന സിഫത്ത് എന്ത്, നമ്മളെ കേൾവി എന്ന സിഫത്ത് എന്ത്, അത് തമ്മിലൊരു വ്യത്യാസം പറഞ്ഞു. നിങ്ങളെ കേൾവി അള്ളാഹിൻ്റെ കേൾവി തമ്മിൽ എന്താ വ്യത്യാസം? ഒറ്റ പോയിന്റ്. നിങ്ങളെ കേൾവി അള്ളാഹിൻ്റെ കേൾവി തമ്മിൽ വ്യത്യാസം, വേറെ ഒന്നും വേണ്ട. ശാസ്ത്രീയമായിട്ട് തന്നെ മനുഷ്യനിക്ക് കേൾക്കുന്ന എത്ര ഹെഡ്സ് വരെ കേൾക്കാന്നുള്ളത് ശാസ്ത്രീയമായിട്ട് തന്നെ മനുഷ്യന്റെ കേൾവി ശക്തി എത്രയാണെന്ന് തെളിയിക്കപ്പെട്ടുള്ള കാര്യമാണ്. മനുഷ്യർക്ക് എത്ര ഹെഡ്സ് ശബ്ദത്തിലുള്ള ശബ്ദങ്ങൾ കേൾക്കുന്നുള്ള ഈ കേൾവി, ഇത്ര കേൾവി അള്ളാഹ്ക്കുല്ലേ? ഇത്ര ഡെസിബിൾസ് ശബ്ദത്തിയാൽ ഈ ഇത്ര ഡെസിബിൾ ശബ്ദം കേൾക്കും എന്ന് നിങ്ങളുടെ കേൾവി പറയുന്ന കേൾവി അള്ളാഹുവിനും ഇല്ലേ? ആ കേൾവി അല്ലല്ല, നമുക്കുള്ള കേൾവി അള്ളാഹ്ക്കില്ലേ? അത് പിന്നെ പറയേണ്ട ആവശ്യമില്ല. പറഞ്ഞിട്ട് പറയുന്നത് മനസ്സിലാക്കി. ഉണ്ടോ? അങ്ങനെ ഉണ്ടോ? എല്ലാം കേൾക്കുന്ന കൂട്ടത്തില് നിങ്ങൾ കേൾക്കുന്ന ഡെസിബൽ ശബ്ദത്തിൽ, നിങ്ങൾ കേൾക്കുന്ന ദൂരത്തിൽ അള്ളാഹു കേൾക്കുമോ ഇല്ലേ? കേൾക്കും. എന്നിട്ട് ആ അള്ളാഹുവിന്റെ ആ കേൾക്കലും നിങ്ങളുടെ കേൾക്കലും തമ്മിൽ എങ്ങനെ വ്യത്യാസം വരും? ശിർക്കായില്ലപ്പത്. ഇത്ര ഇപ്പൊ നിങ്ങൾ കേൾക്കുന്ന ഡെസിബൽ എത്ര ശബ്ദം വന്നാലാ, എത്ര ഡെസിബൽ വന്നാലാ നിങ്ങൾ കേൾക്കുക? ശാസ്ത്രീയമായിട്ട് എത്ര വന്നാലും 20 ഹെർട്സിന്റെയും 20,000 ഹെർട്സ് അത്ര ശബ്ദത്തിൽ അള്ളാഹു തആല കേൾക്കുവോ? കേൾക്കൂലേ? അള്ളാഹുവിന്റെ അതേ കേൾവി നിങ്ങൾക്കുണ്ട് എന്ന് പറഞ്ഞിട്ട് ഇത് ശിർക്കാവുന്നില്ലല്ലോ. പങ്കു ചേർക്കലാകുന്നുണ്ടോ? അള്ളാഹുവിന്റെ അതേ കേൾവി അല്ലല്ലോ ഇത്. അതേ കേൾവി ഇല്ലേ? അത് കേൾവി ഇല്ലേ? ആ പോയിന്റിലെ കേൾവി ഉണ്ടോ? അത് കേൾക്കും. അത് കേൾക്കും, ഇതും കേൾക്കും. പക്ഷേ നിങ്ങൾ കേൾക്കുന്നതും അള്ളാഹു കേൾക്കുന്നതും ഒരുപോലാണോ? ഈ കേൾവി, ഈ പറഞ്ഞ ദൂരത്തെ കേൾവി, ഈ പറഞ്ഞ ശക്തിയുള്ള ശബ്ദത്തിന്റെ കേൾവി നിങ്ങൾ കേൾക്കുന്നതും അള്ളാഹു കേൾക്കുന്നതും ഒരുപോലാണോ? അല്ല. എന്താ വ്യത്യാസം? വേണ്ട, എളുപ്പമുണ്ട്, വേഗമുണ്ട് സംഗതി മനസ്സിലാകാൻ. അള്ളാഹു നമുക്ക് കേൾവി ശക്തി തന്നിട്ടുണ്ട്. തരുന്നു.
അത് ഞാൻ തിരുത്തി തരികയാണ്. നിങ്ങൾ തന്നിട്ടുണ്ടെന്ന് പറഞ്ഞോളി, തെറ്റാണത്. തരുന്നു. ആ തരുന്ന കേൾവി ശക്തി നിങ്ങൾക്കോ? നിങ്ങൾ തന്നു എന്ന് പറഞ്ഞോ, ഞാൻ തരുന്നു എന്ന് പറയാം. ഞാൻ കേൾവി സംഭവിക്കേണ്ടെന്ന് ഓർത്തിട്ടാണ് ഞാൻ തരുന്നു. അത് നമുക്ക് പിന്നെ ചർച്ച ചെയ്യാം, തരുന്നു തന്നു എന്ന് പറഞ്ഞത്. അപ്പം ഇതൊന്ന് പറയും, നമ്മൾക്ക് തന്ന ഈ കേൾവി ശക്തി തന്നതാണ് അള്ളാഹുവിൻ്റെതോ? അള്ളാഹുവിൻ്റെതോ? അള്ളാഹുവിന്റെ സ്വയം. അപ്പൊ സ്വയം ഉള്ള കേൾവി അള്ളാഹുവിൻ്റെതും അള്ള തന്നത് നമ്മുടേതും. ഇതല്ലേ വ്യത്യാസം? ഇതല്ലേ വ്യത്യാസം? അല്ലേ? ആണല്ലോ.